ശബരിമല ശ്രീകോവിലിന്റെ വാതിൽപ്പടിയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 10 വരെയാണ് റാന്നി കോടതി കസ്റ്റഡിയിൽ വിട്ടത്. രാവിലെയാണ് രണ്ടാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ റിമാൻഡിലാണ്. ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ആന്റണി, 2 കേസുകളാണ്. അതിൽ രണ്ടാമത്തെ കേസിന്റെയും, അതായത് ഈ കട്ടിളപ്പടിയുമായി ബന്ധപ്പെട്ട കേസിന്റെയും ഒക്കെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. റിമാൻഡിൽ വിടുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡിൽ വിടുന്ന തീരുമാനത്തിലേക്കും കോടതി എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള നടപടികൾ? തീർച്ചയായും 2 സുപ്രധാനമായ കേസുകളാണ് ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഒന്ന്, ദ്വാരപാലക ശില്പത്തിലെ ശ്രീകോവിലിന് മുന്നിലെ 2 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർച്ച ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസ്. അതിൽ നിന്ന് ഏതാണ്ട് 4 കിലോയോളം സ്വർണം മോഷണം പോയി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത് കൂടാതെയാണ് ഈ വാതിൽപ്പടിയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്നും സ്വർണം മോഷ്ടിച്ചു എന്നുള്ള കേസ് കണ്ടെത്തൽ കൂടി പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്, അല്ലെങ്കിൽ വിജിലൻസിന്റെ ഒക്കെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതായത് ഈ 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നതും അതിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്നതും. അതിന് തൊട്ട് മുമ്പാണ് ഈ വാതിൽപ്പടിയിലെ സ്വർണവുമായി വാതിൽപ്പടിയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്നും സ്വർണം മോഷ്ടിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തൽ. ഏതായാലും ഈ കേസിൽ നിലവിൽ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയായിരുന്നു. ആദ്യം ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ദീർഘകാലം കസ്റ്റഡിയിൽ അടക്കമുണ്ടായിരുന്നു. വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി, ചെന്നൈയിലും ബാംഗ്ലൂരുവിലും അടക്കം കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ രണ്ടാമത്തെ കേസിലും വാതിൽപ്പടിയിലെ സ്വർണ്ണ കവർച്ചാ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്നാണ് ഈ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഏതായാലും കോടതിയിൽ ഹാജരാക്കിയ ആ ഘട്ടത്തിൽ അന്വേഷണ സംഘം 13 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രതിഭാഗം ഇതിനെ എതിർത്തു. കാരണം ദീർഘകാലം ആദ്യത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ കിടന്നതാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ദിവസം കസ്റ്റഡിയിൽ വിടരുത് എന്നുള്ളൊരു ആവശ്യം പ്രതിഭാഗവും മുന്നോട്ട് വെച്ചു. ഏതായാലും കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ കോടതി നടപടികൾ നടന്നത്. അങ്ങനെ അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചപ്പോൾ ഈ മാസം 10-ാം തീയതി 5 മണി വരെയാണ്, വൈകിട്ട് 5 മണി വരെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കേസിലും വിശദമായി തന്നെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളുണ്ടാകും. ഇതിലും മറ്റ് പ്രതികളുണ്ട്. അതിലും ഈ കേസിൽ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുപോലെ തന്നെ ഈ മുരാരി ബാബു അടക്കമുള്ളവരും ഈ കേസിലും പ്രതികളാണ്. അപ്പോൾ അടുത്ത ആ കേസുകളിലും ഒരുപക്ഷെ അറസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകും. ഏതായാലും ഈ രണ്ടാമത്തെ കേസിലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി ശേഷം കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് ഇപ്പോൾ ഈ മാസം 10 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. വൈകുന്നേരം 5 മണി വരെ, 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കണം. ഏതായാലും അതിനു മുമ്പ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നേരത്തെയും അന്വേഷണ സംഘം കണ്ടിരുന്നതാണ്. അതായത് 2 കേസിലും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ കസ്റ്റഡി കാലാവധി തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ കാലം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യമാണ്. കാരണം ഈ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അന്വേഷണത്തിന് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്, കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരമാവധി കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് തന്നെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് അന്വേഷണ സംഘം ഒരുങ്ങിയിരുന്നത്. ഏതായാലും അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയതും കോടതിയിൽ നിന്ന് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ വാതിൽപ്പടിയിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം എന്തു ചെയ്തു, എവിടേക്കാണ് കൊടുത്തത്, അതെവിടെയാണ്, ആർക്കാണ് നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങളിലും ഇനി കണ്ടെത്തലുകൾ നടത്തേണ്ടതുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണം ഇക്കാര്യത്തിലും ഉണ്ടാകും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ആദ്യത്തെ കേസിൽ ദ്വാരപാലക ശില്പ മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലാണ്. അത് കൂടാതെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജ് ആണ്.